നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. പണമുണ്ടാക്കാൻ സ്വന്തം ലൈംഗിക ബന്ധത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വെച്ച ദമ്പതികൾ അറസ്റ്റിൽ. ഓൺലൈൻ തട്ടിപ്പിന് ഇരയായി നാടുവിട്ട് മരിക്കാൻ തീരുമാനിച്ച യുവതിയെ റെയിൽവേ പോലീസ് കണ്ടെത്തി. പെൺകുട്ടിയെ ബസ്സിനുള്ളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച തൊഴിലാളി അറസ്റ്റിൽ. 35 വയസ്സുകാരനാണ് പിടിയിലായത്. കാട്ടാക്കട സ്വദേശിയാണ്. കൊച്ചിയിൽ ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ വമ്പൻ മോഷണം. പട്ടാപ്പകലാണ് കൊള്ള നടന്നത്. പണമുണ്ടാക്കാൻ സ്വന്തം ലൈംഗിക ബന്ധത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വെച്ച ദമ്പതികൾ അറസ്റ്റിൽ. തെലങ്കാനയിലാണ് സംഭവം. ഹോട്ട് വീഡിയോകൾക്ക് 500 മുതൽ 2000 രൂപ വരെയാണ് ദമ്പതികൾ ഈടാക്കിയിരുന്നത്. അശ്ലീല ദൃശ്യങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച ദമ്പതികൾ പിടിയിലായി. തെലങ്കാന സ്വദേശികളായ ദമ്പതികളെയാണ് പോലീസ് പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദ് പോലീസ് അംബർപേട്ടിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതോടെയായിരുന്നു അറസ്റ്റ്. ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ പണം നൽകുന്ന മുറയ്ക്ക് ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു പതിവ്. സ്വീറ്റി തെലുങ്ക് കപ്പിൾ 2027 എന്ന പേരിലായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത്. സ്വകാര്യ ദൃശ്യങ്ങൾ ഓൺലൈനിൽ സ്ട്രീം ചെയ്യുകയും അത് ആക്സസ് ചെയ്യണമെങ്കിൽ പണം ഈടാക്കുകയുമായിരുന്നു ഇവരുടെ പരിപാടി. കഴിഞ്ഞ 4 മാസമായി ഇവർ സജീവമായിരുന്നു. ഈ കാലയളവിൽ ദമ്പതികൾ അവരുടെ വീഡിയോകൾ ഒന്നിലധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ രഹസ്യമായി പ്രചരിപ്പിച്ചു. നഗ്നതയും ലൈംഗികതയും നിറഞ്ഞ ഉള്ളടക്കം കാണാൻ 500 മുതൽ 2000 രൂപ വരെയായിരുന്നു ഫീസ് ഈടാക്കിയിരുന്നത്. ദമ്പതികളുടെ വീടിന്റെ ഒരു ഭാഗം സ്റ്റുഡിയോ പോലെയാക്കി മാറ്റിയിരുന്നു. ക്യാമറയും ഫോണും അടക്കമുള്ള സാധനങ്ങളെല്ലാം പോലീസ് പിടിച്ചെടുത്തു. ദമ്പതികൾ കുറ്റം സമ്മതിച്ചു. ഇതിലൂടെ വലിയ രീതിയിൽ പണം സമ്പാദിച്ചിട്ടുണ്ടെന്ന് ദമ്പതികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഓൺലൈൻ തട്ടിപ്പിന് ഇരയായി നാടുവിട്ട് മരിക്കാൻ തീരുമാനിച്ച യുവതിയെ റെയിൽവേ പോലീസ് കണ്ടെത്തി. തിരുവനന്തപുരത്താണ് നാടകീയ സംഭവങ്ങൾ നടന്നത്. പാർവതി എന്ന കിളിമാനൂർ സ്വദേശിയാണ് പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് വീട് വിട്ട് ഇറക്കിയത്. ഓൺലൈൻ തട്ടിപ്പിനിരയായി നാടുവിട്ട യുവതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് കണ്ടെത്തി. കിളിമാനൂർ സ്വദേശി പാർവതിയെയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. സംശയാസ്പദമായ രീതിയിൽ യുവതി നിൽക്കുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വർക്കലയിൽ നിന്ന് ട്രെയിനിലാണ് യുവതി തിരുവനന്തപുരത്ത് എത്തിയത്. ആത്മഹത്യയായിരുന്നു ലക്ഷ്യം. ഈ സമയം യുവതിയെ കാണാനില്ലെന്ന വീട്ടുകാരുടെ പരാതിയിൽ കിളിമാനൂർ പോലീസ് തെരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇന്നലെ രാവിലെ ഫിസിയോതെറാപ്പിക്കായി വീട്ടിൽ നിന്നും പോയ പാർവതിയെ വൈകുന്നേരവും കാണാതായതോടെയാണ് വീട്ടുകാർ അന്വേഷണം തുടങ്ങിയത്. യുവതിയിൽ നിന്ന് 5 ലക്ഷം രൂപയോളം തട്ടിപ്പ് സംഘം കൈക്കലാക്കിയെന്നാണ് പ്രാഥമിക വിവരം. ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്നും തന്റെ ടെലഗ്രാം അക്കൗണ്ടിൽ നോക്കിയാൽ എല്ലാ കാര്യവും അറിയാമെന്നും കത്തെഴുതി മൊബൈൽ ഫോണും മുറിയിൽ വച്ച ശേഷമാണ് പാർവതി വീട് വിട്ടിറങ്ങിയത്. ബന്ധുക്കൾ മൊബൈൽ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ ദിവസവും ഗൂഗിൾ പേ വഴി തുക അയച്ചു കൊടുത്തിട്ടുണ്ട്. പൈസ അയച്ചു കൊടുത്ത ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റും കിളിമാനൂർ പോലീസ് ശേഖരിച്ചു. ഉത്തരേന്ത്യയിലെ ഒരു അക്കൗണ്ടിലേക്കാണ് പണം നൽകിയത്. എന്തിനാണ് ഇത്രയധികം തുക നൽകിയതെന്നുൾപ്പെടെ കാര്യങ്ങൾ വ്യക്തമല്ല. പാർവതിയുടെ ഭർത്താവ് ഗൾഫിലാണ്. 2 മക്കളുണ്ട്. യുവതിയെ റെയിൽവേ പോലീസ് കിളിമാനൂർ പോലീസിന് കൈമാറി. വിശദമായി പാർവതിയെ ചോദ്യം ചെയ്യുമെന്നും ആർക്കാണ് കാശ് കൈമാറിയതെന്ന് കണ്ടെത്തുമെന്നും പോലീസ് പറഞ്ഞു. പാർവതി ഇതിനു മുമ്പ് ഇതേ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. മറ്റെന്തെങ്കിലും ഓൺലൈൻ ഇടപാടുകളാണോ പാർവതിയെ ചതിക്കുഴിയിൽ തള്ളിയിട്ടതെന്നും പോലീസ് അന്വേഷിക്കും. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം. പെൺകുട്ടിയെ ബസ്സിനുള്ളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച തൊഴിലാളി അറസ്റ്റിൽ. 35 വയസ്സുകാരനാണ് പിടിയിലായത്. കാട്ടാക്കട സ്വദേശിയാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത്. KSRTC ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടാക്കട അയണിത്തറ വീട്ടിൽ അനീഷാണ് പിടിയിലായത്. ഇയാൾക്ക് 35 വയസ്സാണ്. അവിവാഹിതനാണ്. കൂലിപ്പണിയാണ് ജോലി. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 വെള്ളറടയിൽ നിന്നും കാട്ടാക്കട വഴിയുള്ള തിരുവനന്തപുരം ബസ്സിൽ വെച്ചാണ് സംഭവം. ഇയാൾ പെൺകുട്ടിയിരുന്ന സീറ്റിൽ ആളില്ലെന്ന് കണ്ട് കൂടെ ഇരിക്കുകയും തുടർന്ന് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. ആദ്യം അസ്വാഭാവികത തോന്നിയില്ലെങ്കിലും പെൺകുട്ടി പിന്നീട് ബഹളം വെച്ചു. ഇത് കണ്ട് യാത്രക്കാരും ഞെട്ടി. പിന്നെ യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് ഇയാളെ തടഞ്ഞു വെച്ചു. കാട്ടാക്കട പോലീസിനെ വിവരമറിയിച്ചു. കാട്ടാക്കട ബിവറേജസിന്റെ ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാൻ പോവുകയായിരുന്നു അനീഷ്. തുടർന്നാണ് ബസ്സിനുള്ളിൽ വെച്ച് പിടിയിലാകുന്നത്. എന്നാൽ ഇയാൾ നിരപരാധിയാണെന്ന് പലതവണ പോലീസിനോട് പറഞ്ഞു. അറിയാതെ കൈ തട്ടിയതാണെന്ന വാദമാണ് ഇയാൾ ഉന്നയിക്കുന്നത്. ഏതായാലും സത്യാവസ്ഥ പുറത്തു വരുന്നതിന് മുമ്പ് പോക്സോ കുറ്റം ചുമത്തി പോലീസ് ഇയാളെ അഴിക്കുള്ളിലാക്കി. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ വമ്പൻ മോഷണം. പട്ടാപ്പകലാണ് കൊള്ള നടന്നത്. പോലീസ് അന്വേഷണം തുടങ്ങി. കൊച്ചി കള്ളമശ്ശേരിയിൽ ഹൈക്കോടതി ജഡ്ജി എ ബദറുദ്ദീന്റെ വസതിയിൽ മോഷണം. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി രഹന ടിആർ ആണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. തിങ്കളാഴ്ച രാവിലെ 9-നും 12-നും ഇടയ്ക്കാണ് മോഷണം നടന്നതെന്ന് പോലീസ് പറയുന്നു. വീട്ടിലെ കിടപ്പുമുറിയുടെ മേശപ്പുറത്ത് വച്ചിരുന്ന വളകൾ ഉൾപ്പെടെയുള്ള 6 പവന്റെ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. വീടുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. മേഖലയിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ
വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.